ഹലോ ഗൈസ്, അങ്ങനെ ആറ്റുനൂറ്റിരുന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. ഐസപ്പനില്ല. ഐസപ്പന് തിയേറ്ററിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവളെ ബേബി സിറ്റിങ്ങിലാക്കിയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. എല്ലാവരും കണ്ടു കഴിഞ്ഞു, റിവ്യൂ ഒക്കെ അറിഞ്ഞു, സിനിമയുടെ ഏകദേശം സ്റ്റോറിയൊക്കെ അറിയാം. എന്നാലും പോയി കാണണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് സമയം കിട്ടിയത് ഞങ്ങൾക്ക് ഇപ്പോഴാണ്. കുറേ നാളായി ഞാൻ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ വന്നിട്ട്. കെട്ടിയോനുണ്ടായിരുന്നപ്പോഴായിരുന്നു ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിയത്. ഇപ്പോൾ അങ്ങനെ വരാറില്ല. എന്തായാലും കുറേ നാൾക്ക് ശേഷം ഇറങ്ങിയതുകൊണ്ടായിരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്ത് വേറെ ഒന്നിനുമല്ല, കിച്ചും രഞ്ജനയും വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിങ്. പക്ഷെ അവർക്ക് ഭയങ്കര കൃത്യനിഷ്ഠതയായതുകൊണ്ട് സിനിമ തുടങ്ങുന്നതിന് ഒരു 2-3 മിനിറ്റ് മുന്നെയാണ് അവരെത്തിയത്. കണ്ടില്ലേ, ചിരിച്ചുകൊണ്ട് വരുന്ന കണ്ടില്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന ഉടനെ നേരെ ഞങ്ങളൊരു നിമിഷം പോലും പാഴാക്കാതെ വേഗം ചെന്ന് തിയേറ്ററിനകത്ത് കയറുമായിരുന്നു. സിനിമയൊക്കെ തുടങ്ങാനൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചൊക്കെ തുടങ്ങി. ഒന്നും പറയണ്ട. എന്തായാലും സിനിമയൊക്കെ തുടങ്ങി. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചിരിയൊക്കെ കഴിഞ്ഞു ഒരു ബ്രേക്കൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി സ്നാക്സും ചായയൊക്കെ മേടിച്ചു. വീണ്ടും കയറി. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയൊരു സങ്കടവും വിഷമവും കണ്ണൊക്കെ ചെറുതായിട്ടൊക്കെ നിറയുന്നൊരു സീനൊക്കെ ആയിരുന്നു. നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കുറേ നാളായില്ലേ ഇങ്ങനെ സിനിമ കാണാൻ ഇറങ്ങിയിട്ട്, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലും സിനിമ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഓടാനുള്ള ധൃതിയാണ് ഞാൻ. കാരണം ഐസപ്പനെ ബേബി സിറ്റിങ്ങിലാക്കിയിട്ടാണല്ലോ വന്നത്. അങ്ങനെ തിരിച്ച് വന്ന് അവളെ എടുത്ത് പോകുന്ന വഴിക്ക് അവളുടെ ഒരു ചോദ്യം, മമ്മി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തോന്നു. അങ്ങനെ ഒരു നുണ പറഞ്ഞാൽ ഇറങ്ങിയത്. പാവ ഐസപ്പൻ. അപ്പോൾ ബൈ ഗായ്സ്.